ഹലോ അസ്സലാമു അലൈക്കും. ലക്ഷദ്വീപുകാരനാണ് ഞാൻ. ഇപ്പോൾ ഉമ്മയും കൂടി ചക്ക പറിക്കാൻ വേണ്ടി പോവാട്ടോ. ഇതാട്ടോ എൻ്റെ നാട്ടിലെ ചക്കമരം. നാട്ടിലെ മാത്രമല്ല കേട്ടോ, എൻ്റെ വല്യമ്മാൻ്റെ ചക്കമരം കൂടിയാണിത്. അവിടെ ചെന്നപാടെ ഉമ്മാന്റെ കയ്യിലുള്ള തോട്ടി വെച്ച് ചായത്തുള്ള ഒരു ചക്ക ഉമ്മ പറിച്ചെടുത്ത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ചക്ക പറിക്കൽ. ഓക്കെ ബായോ. എൻ്റെ കയ്യിൽ തോട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന തോട്ടി അവിടെ ചാരി വെച്ചിട്ട് ലക്ഷദ്വീപിലെ പരമ്പരാഗത രീതിയിലുള്ള മടക്കി കുത്തും കൂടി കുത്തിയിട്ട് നമ്മൾ നേരെ മരത്തിലേക്ക് കയറാൻ നേരത്താണ് ഇബൂസിൻ്റെ അടുത്ത് പറയുന്നത്, വാപ്പ നമ്മളും കൂടി മരത്തിന്റെ മുകളിലേക്ക് വരട്ടെ എന്ന്. മുണ്ട് മടക്കി കുത്തുന്നതിന് എൻ്റെ നാട്ടിൽ കച്ച എന്നാട്ടോ പറയാറ്. ഞാൻ ഇബൂസിൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ അനക്ക് പറ്റിയ പണിയല്ല, ഈ കുറച്ചും കൂടി വണ്ണം വെച്ചിട്ട് മരത്തുമ്മേ കയറാന്നും പറഞ്ഞ് ഇബൂസിനെ എടുത്ത് അങ്ങോട്ട് മാറ്റി. ഈ വീഡിയോസൊക്കെ എടുക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ ഉമ്മയാട്ടോ. താഴത്തുള്ള വീഡിയോസൊക്കെ ഉമ്മ എടുത്തുതരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാൻ്റെ കയ്യിൽ ഫോണും കൊടുത്തിട്ട് നമ്മൾ നേരെ മരത്തിൻ്റെ മണ്ടയിലേക്ക് വിട്ട്. ഇനി മുകളിലേക്കുള്ള വീഡിയോസൊന്നും ഉമ്മാക്ക് എടുക്കാൻ പറ്റൂല, കാരണം ഉമ്മ താഴത്തുനിന്ന് എടുത്താൽ മരത്തിൻ്റെ മണ്ടയിലുള്ള എന്നെ കിട്ടൂല. അതുകൊണ്ട് മുകളിലിരുന്നിട്ടുള്ള വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ കമ്പ് കയറിയതിന് ശേഷം നമ്മൾ ഫോൺ മേടിച്ച്. അങ്ങനെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഫോണും വാങ്ങി മുകളിലേക്ക് പോകാൻ നേരത്താണ് ഇബൂസ് താഴത്ത് നിന്നിട്ട് കരയണത്, വാപ്പ ഞാനും കൂടി വരുന്നുണ്ട് എന്നും കൂടി കൊണ്ടുപോകുന്നും പറഞ്ഞിട്ട് താഴത്ത് നിന്നിട്ട് വല്ലാത്ത കരച്ചിൽ. ഞാനേ ചക്കമരത്തിന്റെ മുകളിലാണ് ഇപ്പം. ചക്കമരത്തിന്റെ ഇല മേത്തെത്തിയിട്ടേ നല്ല ചൊറിച്ചിലാട്ടോ. പക്ഷെ ചൊറിയാൻ പറ്റൂല, ചൊറിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും കടി കൂടും. ഇതേപോലെ ചക്കമരത്തിന്റെ മുകളിലേക്ക് കയറി പോകണം. എനിക്ക് ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ക്യാമറമാൻ ഒരാളെ നോക്കുന്നുണ്ട് കേട്ടാ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. പിന്നെ ഈ മുകളിൽ ഫോണും പിടിച്ചുകൊണ്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളെ ടൈം കുറേ വേസ്റ്റ് ആവും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ചക്ക പറിക്കാം. അൽഹംദുലില്ലാ അങ്ങനെ മേലത്തെ പണി കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴത്തോട്ട് പോവാം. കുറേ നേരത്തെ പരിശ്രമമായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഞാനൊരാളുണ്ട്. അതുകൊണ്ട് ഇത്രയും ചക്കയാണ് ഈ മരത്തുമ്മേന്ന് നമുക്ക് കിട്ടിയത്. കിട്ടിയ ചക്കയെല്ലാം കൂടി ചാക്കിലാക്കിയിട്ട് നമ്മൾ നേരെ വല്യമ്മമാരുടെ വീട്ടിലേക്ക്. ഇനി വല്യമ്മ കേട്ടോ ഈ ചക്ക എല്ലാ മക്കൾക്കും കൊടുക്കുക. മക്കൾക്ക് മാത്രമല്ല കേട്ടോ, അയൽവാസികൾക്കും കൂടി ചക്ക കൊടുക്കും. ഇതാണ് എൻ്റെ നാട്ടിലെ ചക്ക കേട്ടോ. നമുക്ക് കേരളത്തിൽ കിട്ടണ പോലത്തെ ചക്ക കിട്ടൂല. അപ്പോൾ ഈ ചക്കയാണ് നമ്മുടെ കിങ്. ഇവിടുത്തെ കിങ്ങാണ് ഈ ചക്ക. ഈ ചക്ക കൊണ്ട് നമ്മൾ ചക്ക വറുത്തത്, ചക്ക കുഴച്ചത്, പിന്നെ അതുപോലെ തന്നെ ചക്ക പായസം, ചക്ക കറി, ചക്ക കട്ടിയിട്ടത്, ചക്ക മസാല, ഇങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കും കേട്ടോ. ഇൻഷാല്ലാ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതിന്റെ ബാക്കിൽ ഇടുന്നുണ്ട്. എന്തായാലും നമ്മൾ ചക്ക പറിച്ചെടുത്തപ്പോൾ നമുക്കുള്ള വിഹിതം കേട്ടോ ഇത്. നമ്മളെ വല്യമ്മ തന്നതാണ്. വല്യമ്മാന്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു ചായ കൂടി കിട്ടിയിട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ കൊച്ചു വീഡിയോ. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.